എന്താ നിങ്ങളെ അമ്മ ചെയ്തത് കേട്ടോ. അമ്മേ എന്താ ചെയ്യുന്നേ? ബന്ധു ഇത് കണ്ടോ, ഒരു ചൂലാണ് കേട്ടോ, പനയുടെ ചൂലാണ്. പനയുടെ ചൂലോ? പനയുടെ ചൂല. ഇത് കുട്ടാ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈർക്കിലി ചൂലല്ലേ നീ കണ്ടിട്ടുള്ളൂ? അപ്പൊ ഇത് പനയുടെ ചൂലാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് മുറ്റം അടിക്കാനുള്ള സ്പെഷ്യൽ ചൂലാണ് കേട്ടോ. അപ്പൊ ഇത് പനയുടെ ഈർക്കിലി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേവിംഗ് ടൈലുകളൊക്കെ അടിക്കാനായിട്ട് ഏറ്റവും അത്യുത്തമമാണ്. ഈർക്കിലികളൊക്കെ കൊഴിഞ്ഞു പോകാതെ ഉറപ്പിച്ചിരിക്കുന്ന ചൂലാണ്. ഈർക്കിലികൾ വിരിച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പരുക്കൻ പ്രതലങ്ങൾ, കരിയില നിറഞ്ഞ മുറ്റങ്ങൾ ഇവ വൃത്തിയാക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ചൂലാണിത്. അപ്പോൾ ഏറെ നാൾ ഉപയോഗിക്കാനും പറ്റും. ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പന ഈർക്കിലികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ചൂലുകളെ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 130 രൂപയാണ്. ഇപ്പം എല്ലാ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈർക്കിലി എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത കളറ്, ഒരു വൈറ്റ് അല്ല, ഒരു ബേബി, ഒരു വെളുത്ത കളറിലിരിക്കും. അപ്പം ഞാനിത് പൊട്ടിച്ച് കാണിക്കാം. പൊട്ടിക്കാം. നല്ല രസമുണ്ടല്ലോ. നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കെട്ടി നല്ല മുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നല്ല വിരിഞ്ഞിരിക്കും. ഉണ്ട് ഈർക്കിലിയുടെ കളറൊക്കെ കണ്ടോ, വലുപ്പമൊക്കെ കണ്ടോ, നല്ല വലുപ്പമുള്ള ചൂലാണ്. അപ്പം സ്ത്രീകൾക്ക് നടുവേദനയൊക്കെ ആണെന്ന് പറഞ്ഞ് മുറ്റം അടിക്കാനൊക്കെ പ്രയാസപ്പെടുന്ന കൂട്ടുകാർക്ക് ഇങ്ങനത്തെ ഒരു ചൂല് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് മുറ്റം അടിക്കാം. നല്ല ഹൈറ്റുള്ളൊരു ചൂലാണ്. നമുക്കൊന്ന് മുറ്റം അടിച്ചു നോക്കിയാലോ അമ്മേ? നല്ല ബലമുള്ള ഈർക്കിലിയാണ് കേട്ടോ. നമ്മുടെ സാധാരണ ഈർക്കിലിയില്ലേ, തെങ്ങിൻ്റെ ഈർക്കിലിയേക്കാളും നല്ല ബലമുള്ള ഈർക്കിലിയാണ്. അപ്പം മാർക്കറ്റിൽ പോകുമ്പോൾ എല്ലാ കൂട്ടുകാരും വാങ്ങി ചോദിച്ച് പനയുടെ ഈർക്കിലി ചൂല് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരും. 130 രൂപയാണ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയപ്പോഴും കേട്ടോ. അപ്പോൾ ചിലയിടത്ത് 120 രൂപയ്ക്കും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇന്ന് മേടിച്ചത് 130 രൂപയ്ക്കാണ്. അപ്പം നമുക്ക് ഇതും കൊണ്ടൊന്ന് മിറ്റം അടിച്ച് നോക്കിയാലോ. ഇതും കൊണ്ട് നമുക്ക് മുറ്റം അടിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പം നല്ല ലെന്ത് ഉണ്ട്, ഇതുണ്ടോ, ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് കൈ പിടിച്ച് കുനിയായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിവർന്ന് നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മുറ്റം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ അടിച്ച് കാണിക്കാവേ. പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കയ്യിലൊക്കെ നന്നായിട്ട് പോകും. അങ്ങോട്ട് അടിച്ച് വെക്കാവേ. അവന്തുവിനെ അടിക്കണം എന്ന് പറഞ്ഞു. അവന്തുവിൻ്റെ അത്രയും വലുതാണ് കേട്ടോ ചൂല്. അവന്തു അടിക്കുവാണ്. പഠിച്ചു കൂട്ടിയ ഏലത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളെ കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഏലം നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന്തുവിന് ഇഷ്ടമായോ? ഞാൻ എല്ലാ തവണയും ഇത് കുട്ടി ചൂലാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഈ തവണ നമ്മുടെ ചൂല് കുറേ നാളായി വാങ്ങിയിട്ട് 1 വർഷത്തോളം ഉപയോഗിച്ചു കിട്ടും. അപ്പം അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മളിത് വാങ്ങുന്നത്. ഇത് കണ്ടോ, അവന്തുവിൻ്റെ അത്രയും ഹൈറ്റൊക്കെ ഉണ്ട്. നല്ല ചൂലാണ്, പനയുടെ ഈർക്കിലി കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ. അപ്പം മാർക്കറ്റിൽ ചെല്ലുമ്പോൾ എല്ലാ കൂട്ടുകാരും മുറ്റം അടിക്കാൻ പനയുടെ ചൂല് ചോദിച്ച് വാങ്ങുക. അപ്പോൾ ഈ ചൂല് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മറ്റുള്ള കൂട്ടുകാർക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുവാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. സൗണ്ട് ചെറിയ വ്യത്യാസമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തന്നെ ചൂല. അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചൂല എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മുറ്റം പിടിക്കാൻ സാധിക്കുന്ന ഒരു ചൂലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമ്പോൾ എല്ലാ കൂട്ടുകാരിലേക്കും നല്ല അറിവുകളെത്തും. അപ്പം നല്ലൊരു ചൂലാണ്. നമ്മുടെ സാധാരണ ഈർക്കിലി ചൂലിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മുറ്റം അടിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല ബലമൊക്കെ ഉള്ളൊരു ചൂലാണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാ കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബായ്.